ഹായ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുക. അപ്പോൾ ഏതൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഫസ്റ്റ് ബേബി മൂവ്മെൻറ്റ്സ് ആണ്. ഒത്തിരി പേർക്ക് 5-6 മാസങ്ങളിൽ ബേബി മൂവ്മെൻറ്റ്സ് വളരെ ചെറുതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ചിലർക്ക് ഒട്ടും അറിയാനായിട്ട് കഴിയില്ല. ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിൻ്റെ വളർച്ച ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് കഴിയും. ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ, അതായത് ഒരു 28-29 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് 1 കിലോ വെയിറ്റ് എത്തും. ആ സമയത്ത് കുഞ്ഞിൻ്റെ അനക്കം നല്ല രീതിയിൽ അറിയാനായിട്ട് കഴിയുന്നതാണ്. 7 മാസം മുതൽ കുഞ്ഞിൻ്റെ അനക്കത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, 2-3 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് കഴിയണം. അനക്കം അറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫുഡ് കഴിച്ച് നോക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ അനക്കം നോക്കുക. എന്നിട്ട് ഇടത് സൈഡ് ചരിഞ്ഞ് കിടന്ന് നോക്കുക. എന്നിട്ടും കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ കഴിയുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ വയറ് കല്ല് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക. നെക്സ്റ്റ്, വജൈനൽ ബ്ലീഡിങ് ഓർ സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ആദ്യത്തെ 3 മാസങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഇത് ഒരു 5, 6, 7 മാസം മുതൽ നിങ്ങൾക്ക് ബ്ലീഡിങ് സ്പോട്ടിങ് കാണുന്നുണ്ടെങ്കിൽ ഇത് സേഫ് അല്ല. ഫ്രഷ് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിലോ റെഡ് കളറിൽ സ്പോട്ട് കാണുന്നുണ്ടെങ്കിലും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിലും, അതുപോലെ പെയിൻ ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുക. നെക്സ്റ്റ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല എരിച്ചിലുണ്ടാകുന്നത്, കുറച്ച് മാത്രം മൂത്രം പോകുന്നത്, അതുപോലെ പനി തോന്നുന്നത്, കുളിര് തോന്നുന്നത്, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത് പ്രീടേൺ ലേബർ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക് ഇത് ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രീടേൺ ലേബറിന് ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന കൺട്രാക്ഷനാണ്, അതായത് വയറുവേദന. ഫാൾസ് ആൻഡ് ട്രൂ ലേബർ പെയിൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ റിസ്ക് ആയിട്ടുള്ള വയറുവേദന എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നു, കുറേ സമയത്തേക്ക് വയറുവേദന തോന്നില്ല, പിന്നീട് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും വയറുവേദന വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. ഇത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. നോർമലി ചെറിയ രീതിയിൽ ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ടായിരിക്കും ഈ ഒരു ഗർഭകാലത്ത്. ഈ സമയത്ത് നടക്കുമ്പോഴൊക്കെ ശ്വാസം എടുക്കാനായിട്ട് പ്രയാസമുണ്ടായിരിക്കും. അത് നമ്മുടെ വയറ് വലുതായിരിക്കുന്നത് കൊണ്ട് ഡയഫ്രമിലേക്ക് കൂടുതലായിട്ട് പ്രഷർ ചെലുത്തുന്നത് കൊണ്ടുമാണ് നമുക്കിങ്ങനെ ബ്രീത്തിങ്ങിന് പ്രശ്നം വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ശ്വാസം എടുക്കാനായിട്ട് കഴിയുന്നില്ല, നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒട്ടും വൈകാതെ ഡോക്ടറെ കാണുക. ഇത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, ഒട്ടും സേഫ് ആയിട്ടുള്ളതുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക. ഗർഭകാലത്ത് ഒട്ടും സേഫ് അല്ലാത്ത 5 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്